ചെല്ലുവിളക്കുമായമ്പിളിപ്പെണ്ണാള് അന്തിച്ചൂരം കടന്നേ. ചെല്ലുവിളക്കുമായമ്പിളിപ്പെണ്ണാള് അന്തിച്ചൂരം കടന്നേ. തൂമഞ്ഞിൻ വില്ലീസ് നീക്കി പൊൻതാരങ്ങൾ മാനത്ത് നിന്നേ. കരിമിഴി തെളിയണ തിരയണ ഇടനു കുളിരണ നിറയണ ഇരുകിളി കുറുകണ കുറുകണം. ചെല്ലുവിളക്കുമായമ്പിളിപ്പെണ്ണാള് അന്തിച്ചൂരം കടന്നേ. ഇടനിലാവിൻ കുടമുല്ലത്തിരിയിട്ട് മലയിൽ പൂമണമേറും കാറ്റേവാ. മേടനിലാവിൻ കുടമുല്ലത്തിരിയിട്ട് മലയിൽ പൂമണമേറും കാറ്റേവാ. മേഘത്തിൻ മാരി പെയ്ത് മാറാകെ തിങ്ങി വിങ്ങി പ്രേമത്തിൻ ഉരുൾ പൊട്ടുന്നേ. മാത്തുള്ളും മാറത്ത് തേനൂറും കൂടാണ് കാണാത്ത പൂമറുക് വാർമൊഴിയാൽ നീ മറച്ച് ആകെ ചോന്നുപോയോ. ചെല്ലുവിളക്കുമായമ്പിളിപ്പെണ്ണാള് അന്തിച്ചൂരം കടന്നേ. തൂമഞ്ഞിൻ വില്ലീസ് നീക്കി പൊൻതാരങ്ങൾ മാനത്ത് നിന്നേ. കരിമിഴി തെളിയണ പിടയണ ഇടനെഞ്ചി കുളിരണ നിറയണ ഇരുകിളി കുറുകണ കുറുകണം. ചെല്ലുവിളക്കുമായമ്പിളിപ്പെണ്ണാള് അന്തിച്ചൂരം കടന്നേ. മോഹമിഴാവിൽ ഉണരുന്നു ദ്രുതതാളം ഇരവിൻ തൂത്തുവിളക്കും ആളുന്നേ. മോഹമിഴാവിൽ ഉണരുന്നു ദ്രുതതാളം ഇരവിൻ തൂത്തുവിളക്കും ആളുന്നേ. കാമന്റെ പൂവില്ലിൻ തീരാത്ത ഞാണൊലിയിൽ രാവും തളർന്നേ പോയ. മാനത്തിൻ ഓരത്ത് രാത്തിങ്കൾ മാഞ്ഞല്ലോ. കരിമിഴി തെളിയണ പിടയണ ഇടനെഞ്ച് കുളിരണ നിറയണ ഇരുകിളി കുറുകണ കുറുകണം. ചെല്ലുവിളക്കുമായമ്പിളിപ്പെണ്ണാള് അന്തിച്ചൂരം കടന്നേ. തൂമഞ്ഞിൻ വില്ലീസ് നീക്കി പൊൻതാരങ്ങൾ മാനത്ത് നിന്നേ. കരിമിഴി തെളിയണ പിടയണ ഇടനെഞ്ച് കുളിരണ നിറയണ ഇരുകിളി കുറുകണ കുറുകണം. അവരിപ്പോ എവിടെ വെക്കുക? കാവിലേക്ക് വെച്ചോ. കടയിലേക്ക് ഞാൻ കൂടി വരായിരുന്നു. ഉച്ചയ്ക്ക് നേരത്തെ മാഷ് എവിടെ? ഒറ്റയ്ക്ക് വല്ലാതെ കഷ്ടപ്പെടേ. മാഷോട് ഞാൻ ചോദിക്കാം. പോട്ടെ.
എത്തണേ. ഓ അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് അവൻ? ആര്? മറ്റോനെ. കുഞ്ഞുണ്ണി എങ്ങനെയുണ്ടെന്ന്? പാവ, കൊച്ചുകുട്ടികളുടെ സ്വഭാവ. എടി അതല്ലടി ചോദിച്ചത്, കിടക്കപ്പായല എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ ഓരോ കിന്നാരങ്ങള്. ആ, കിന്നാരാണെന്ന് എന്നെ വെച്ചോ. നാണാണെങ്കിൽ നീ പറയണ്ട. ആ മുട്ടുമുറ്റി പോലെയുള്ള ഒരുത്തനല്ലടി നിനക്ക് കിട്ടിയാക്കണത്. സൂയിച്ചോ മോളെ, നീ നല്ലോണം സൂയിച്ചടി. പക്ഷേ ഈ തള്ളകാരനാണ് ഇതൊക്കെയെന്ന് നീ മറക്കണ്ട. മാഷ് ഇപ്പോഴും ഇവിടെ വരാറുണ്ടോടി? എന്താ മാഷേ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോന്ന്? മാഷിനവിടെ കടയില് തിരക്കൊഴിഞ്ഞിട്ട് എപ്പ വരാനാ? ആ, പണ്ടും തിരക്കിനിടയിലാണല്ലോ അവിടെ എല്ലാം നടന്നോണ്ടിരുന്നത്. കിഴക്കങ്ങാട് ഉരുള് പൊട്ടിയെന്ന് പുഴയിലുള്ള കുറെ വീടൊക്കെ ഒലിച്ചുപോയി. പുഴവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ നമ്മുടെ മമ്മതും കൂട്ടരും അത് രണ്ടുപേരെ കാണാനിട്ടുണ്ട്. ഞാനൊന്ന് വീട് വരെ പോയാലോ? നീ ഒന്ന് അടങ്ങി നിൽക്കരുത് കുഞ്ഞു. നീ പറഞ്ഞു കേട്ടില്ലേ ഉരുള് പൊട്ടിയെന്ന്? പുഴ എങ്ങനെ കിടക്കുക? നിൽക്ക്, മഴ വരട്ടെ. എന്നിട്ട് മമ്മാന്റെ വീട്ടിൽ ഓരുടെ കെട്ടികളും കുട്ടികളും തലയിൽ കൈവച്ച് നിലവിളിക്കുക. അതിൽ അന്വേഷിച്ച് പോയിട്ടുണ്ടോ? എല്ലായിടത്തും തിരയുന്നുണ്ട്. കുഞ്ഞിരാമ, നീ വന്നോ? ആവൂ, ഇനി ഇങ്ങോട്ട് പോണ്ട കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കണേ, എങ്ങോട്ടും പോലെ. പഴം തരാട്ടാ. ഇങ്ങോട്ട് കയറിക്ക. പരമേ, ഓ തല നോക്കാത്തിലെടുത്തു. വരാവേ. പക്ഷെ ഞാൻ പോവാ. അയ്യോ, ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര മഴയാ. അത് കുഴപ്പമില്ല, ഈ പുഴ ഞാൻ എങ്ങനെയെങ്കിലും കടന്നോളാം. ഓളവിടെ ഒറ്റയ്ക്കല്ലേ. പറയുന്നതൊക്കെ
അയ്യോ ഉണ്ണീട്ടാ. ഈശ്വരാ, ഒക്കെ നനഞ്ഞല്ലോ. ഇവിടെ ഇരുന്നോളൂ. മഴ മുഴുവൻ കൊണ്ടൂല്ലേ? കുറച്ച് ചൂട് കഞ്ഞി എടുക്കട്ടെ, തണുപ്പ് കുറയും. ചൂടുണ്ടേ? എന്തേ? ഏയ് ഒന്നുമില്ല. തളന്നെങ്കി മാറിക്കോ. വേണ്ടെന്നേ. ഈ ഇന്നലൊന്നും കഴിച്ചില്ലല്ലേ? അപ്പൊ ഉണ്ണേട്ടനോ? ഞാൻ പിന്നെ ഇത്തിരി കഞ്ഞിന്റെ വെള്ളമെങ്കിലും കുടിച്ചല്ല. അയ്യോ, പെണ്ണ് കുഞ്ഞിക്കാളി, വേങ്ങ ഓരാ, ഓടിവാ, ഓടിവായോ. എന്തേ പെട്ടെന്ന് ബോധം കിട്ടി വീണ്. നീ ഒന്ന് എണീറ്റ് ആദ്യം. ഇങ്ങോട്ട് മടിയിൽ കിടന്നോ. എന്തേ അങ്ങനെ ആ കൈ ഒന്ന് പിടിച്ച് നോക്കിക്കേ. ആണുങ്ങളല്ലേ ഒന്ന് വെളിയിൽ പോയേ. പോകിനടാ കുഞ്ഞുണ്ണി, നീയും പോയേ. അന്നോട് ഇനി വേറെ പറയണ പോടാ അവിടുന്ന്. പറഞ്ഞത് കേട്ടില്ലേ? എനിക്കെന്തൊരു മടി. ഈ ഇത്തിരി വെള്ളം ചൂടാക്കി. കുഞ്ഞുണ്ണിയേ, കുഞ്ഞുണ്ണിയെ കോളടിച്ച്
ഓളാ പായല് കൊണ്ട് കിടത്തിക്കോ. ഓളെ മാത്രം കിടത്തിയാ മതി. ഇങ്ങ് പോരെ. എന്താ നിന്റെ വാലിന് തീ പിടിച്ചോ? പിന്നെ ഇത് വട്ടായോ? വട്ടല്ല. എടാ പരമേ, ഒന്നാമതൊരു പാൽ പായസം റെഡി ആയിക്കോ.